ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾക്ക് ചേച്ചി ഞങ്ങളുടെ അമ്മയെ പോലെ, എനിക്കും ശേഖരനും. പിന്നെ ഇവൻ കാണിച്ചു കൂട്ടുന്ന മര്യാദകേടുകൾക്ക് ഞാനും ശേഖരനും ശിക്ഷിക്കാറുണ്ട്. അത് ഞങ്ങൾ അവന്റെ അമ്മാവന്മാരായതുകൊണ്ടാണ്. അതിനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അയ്യോ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പ്രതാപ്. ഇവനിട്ട് ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം, എന്നാലും ഇവൻ നന്നാവൂ. എപ്പോഴും ഏത് സമയത്തും എല്ലാവർക്കും എന്റെ മെക്കെട്ട് കയറാൻ അതെടുക്കാം. ചേച്ചി, അടുക്കള കാണലിന്റെ കാര്യം ഒന്ന് പറയേ ചേച്ചി. അടുക്കള കാണാൻ പോവാന്നൊക്കെ പറഞ്ഞ ഓരോ കീഴ്വഴക്കവും ആചാരവും ഒക്കെയാ. ആ ആചാരം നടപ്പിലാക്കണമെങ്കിൽ അതിനു മുൻപ് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആചാരപ്രകാരം ആയിരിക്കണം. ഈ കല്യാണം നടന്നത് അങ്ങനെയല്ലല്ലോ, ആണോ? അല്ലെങ്കിലും ഇവിടെ എന്ത് കാര്യം വന്നാലും ചേച്ചി ഇങ്ങനെയാ, എതിരും കൊണ്ട് അപ്പ വരും. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ ദിവസങ്ങളായി. ഇതുവരെ കണ്ടുവന്നൊരു രീതി വെച്ച് ശേഖരൻ പറഞ്ഞത് 100% ശരിയാ. എന്ത് കാര്യത്തിനും എന്തു പ്രശ്നത്തിനും ഇവൾക്ക് എതിർപ്പാ. ഒരു തരം വൃത്തികെട്ട ഈഗോ. അങ്ങനെയല്ലമ്മേ ഞാൻ പറഞ്ഞത്. നിക്ക്, ഞാൻ പറയട്ടെ. ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിനിടെ കയറി തർക്കിക്കരുത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. അംബികയ്ക്ക് ഋതുമോളോട് എന്തോ കടുത്ത പകയുള്ളതുപോലെയാ സംസാരവും പ്രവൃത്തി. ഒരുമാതിരി പഴയ കാലത്തെ അമ്മായിയമ്മമാരെ പോലെ. മനസ്സിന് കുഷ്ഠരോഗം ബാധിച്ചവരുടെ നാവീന്ന് വരുന്ന വാക്കുകൾ. ഋതുമോളോട് പകവരാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അതങ്ങ് വിട്ടേക്കേ. ആ വക ഉടുക്കും കൊട്ടും പാട്ടും ഒന്നും ഇനി ഇവിടെ വേണ്ട. അതൊന്നും ഇനി ഇവിടെ ഏൽക്കില്ല. പ്രതാപ, അടുക്കള കാണൽ ചടങ്ങ് നടത്തണോ വേണ്ടിയോന്ന് നീ തീരുമാനിക്കേ. നീ ആ ഋതുമോളുടെ അച്ഛൻ. അങ്ങനെ പറയില്ലേ അമ്മേ, അമ്മ അങ്ങ് തീരുമാനിച്ചാ മതി. അമ്മ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ എല്ലാവരും അനുസരിക്കും. അതെ അമ്മേ. വയറ് നിറച്ചു കിട്ടിയില്ലേ, ഇനി എണീറ്റ് വയ്ക്കാം. അകലെ